ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള സൂര്യപുത്രനായ വിശ്വഗുരുവായിട്ടുള്ള ശനീശ്വരൻ്റേതായ മാറ്റത്തെക്കുറിച്ചാണ്. വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്നതായ കർമ്മദാതാവായിട്ടുള്ളതായ ഈ ശനീശ്വരനാണെങ്കിൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുന്ന, ശരിയായിട്ടുള്ള ജീവിത പാതയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നമ്മളെ നിരന്തരമായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ളൊരു ഗ്രഹം കൂടിയാണ്. നീതിനിഷ്ഠനായിട്ടുള്ള ഒരു ന്യായാധിപൻ്റേതായ സ്ഥാനത്ത് നിൽക്കുന്ന ഈ ശനീശ്വരൻ ക്ഷിപ്രകോപിയാണെങ്കിലും വളരെയധികം ക്ഷിപ്രപ്രസാദിയും കൂടിയാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ധർമ്മപ്രവർത്തികളിലൂടെ ധാരാളമായിട്ടുള്ള ഗുണഫലങ്ങൾ തരുന്നതായ ഒരു ഗ്രഹം കൂടിയാണ് ഈ സൂര്യപുത്രനായിരിക്കുന്നതായ ഈ ശനീശ്വരൻ. 2025 മാർച്ച് മാസം 29 മലയാള കൊല്ലം 1200 മീനമാസം 15 വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ശനീശ്വരൻ തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള സമക്ഷേത്രസ്ഥിതനായിരിക്കുന്ന സാത്വികമായിട്ടുള്ള സ്വഭാവമുള്ളതായ വ്യാഴക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നത്. അതുകൊണ്ട് വലിയ ദോഷങ്ങളെ പറയുന്നില്ല എങ്കിലും വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ധർമ്മപ്രവർത്തികളിലൂടെ മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അശ്വതിയും ഭരണിയും കാർത്തികയുടെ 15 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ 2025 മാർച്ച് മാസം 29 ജന്മരാശിയുടെ 12ാം ഭാവത്തേക്ക് ഈ ശനീശ്വരൻ വരികയും 7ര ശനിയുടെ ആദ്യഘട്ടത്തിലൂടെ സഞ്ചാരം തുടങ്ങുന്നതായിട്ടൊരു സമയമാണ്. കർമാധിപത്യവും ലാഭാധിപത്യവും ഉള്ളതായ ഈ ശനീശ്വരൻ തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള വ്യാഴക്ഷേത്രത്തിലൂടെ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരുടെ ദൈനംദിന ജീവിതത്തിൽ, ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൂടുതലായിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയുടെ 2ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ധനപരമായിട്ടാണെങ്കിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള ബുധക്ഷേത്രത്തിലേക്കും ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലേക്കും വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ.
അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവര് ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും മനഃശുദ്ധിയോട് കൂടിയിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം 2.5 കൊല്ലമായിട്ട് നിലനിന്നിരുന്നതായ കണ്ടകശനിയുടേതായ ദോഷം പൂർണ്ണമായിട്ടും മാറുകയാണ്. ഇനി അങ്ങോട്ട് ഭാഗ്യാനുഭവങ്ങളും മാനസികമായിട്ടുള്ള ഉണർവും മനസ്സന്തോഷവും മനസ്സമാധാനവും എല്ലാം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് തൊഴിൽപരമായിട്ട് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ശനി പകർച്ചയിലൂടെ വരുന്നതായ ഈ ഒരു 2.5 കൊല്ലം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും വളരെ അനുകൂല സ്ഥിതിയും ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഗ്രഹത്തിലാണെങ്കിലോ ശുഭകർമ്മങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും എല്ലാം വളരെ സാധ്യത കാണുന്നതായിട്ടൊരു കാലഘട്ടം കൂടിയാണ്. 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായ ശനീശ്വരൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉണർവും ബലവും കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ബുധൻ്റെ ക്ഷേത്രമായിട്ടുള്ള 5-ാം ഭാവത്തേക്ക് ഈ ശനീശ്വരൻ നോക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ആത്മീയമായിട്ടായാലും പുണ്യക്ഷേത്ര ദർശനത്തിനായാലും കൂടുതലായിട്ടുള്ള സാധ്യതയും അനുഗ്രഹവും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, അഷ്ടമഭാവത്തിലേക്ക് ഈ ശനിയുടേതായ ദൃഷ്ടി വരുന്നത് കൊണ്ട് ഈശ്വര ആരാധനയിലും ഇഷ്ടദേവതാ ഭജനവും അനുഷ്ഠാനങ്ങളോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ അഷ്ടമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ മാർച്ച് മാസം 29-ാം തീയതി കണ്ടക ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഈ ശനീശ്വരനാണെങ്കിൽ കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങളും ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ തൊഴിൽപരമായിട്ട് മത്സരങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. നീതിബോധത്തോടു കൂടിയിട്ട് ധർമ്മപ്രവർത്തികളിലൂടെ മുന്നോട്ട് പോകുന്ന പക്ഷം കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ശ്രേയസ്സിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള തൻ്റെ മിത്രരാശിയായിട്ടുള്ള ശുക്രക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ സമയത്ത് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്ന കാര്യങ്ങൾ
കൂടുതലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. 4-ാം ഭാവമായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിലേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും മറ്റും കാണുമെങ്കിലും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കൂടാതെ 7-ാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്കും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി കാണുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്നവരായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ശനിപ്പകർച്ചയിലൂടെ 2.5 വർഷക്കാലമായിട്ട് നിലനിന്നിരുന്നതായ അഷ്ടമ ശനിയുടേതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളിൽ നിന്നും വിഷമതകളിൽ നിന്നും മാറ്റം വരുന്നതായിട്ടൊരു സമയമാണ്. ഇനിയുള്ള സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഹൃദയശുദ്ധിയോടുകൂടിയിട്ടും ശനീശ്വരനെ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. 7-ാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ 2025 മാർച്ച് മാസം 29-ാം തീയതി ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള ശുക്രക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ധനപരമായിട്ടും ലാഭകരമായിട്ടും പലവിധത്തിലുള്ളതായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ശനി പകർച്ചയിലൂടെ. കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ സഹായസ്ഥാനമായിട്ടുള്ള ബുധക്ഷേത്രത്തിലേക്ക് 3-ാം ഭാവമായിട്ടുള്ള ബുധക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നും സഹായികളിൽ നിന്നും സഹോദര ബന്ധങ്ങളിൽ നിന്നെല്ലാം സഹകരണ മനോഭാവം വഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഈ ശനീശ്വരൻ 6-ാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്തേക്ക് നോക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും നീതിപൂർവമായിട്ടുള്ള പ്രവർത്തികളിലും ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ് ഈ ഒരു സമയങ്ങളിൽ. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ 2025 മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം 2.5 കൊല്ലം ഈ ശനീശ്വരൻ അഷ്ടമശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് വിഷമതകളെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ ശനീശ്വരനാണെങ്കിൽ 6-ാം ഭാവാധിപത്യമുള്ളത് കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളും അസമയത്തുള്ളതായ യാത്രകളും ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ
തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്തൊക്കെ തളർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ബുദ്ധിബലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിശേഷിച്ച് 2ാം ഭാവമായിട്ടുള്ള തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള ബുധൻ്റേതായ ക്ഷേത്രത്തിലേക്കും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. ചില സമയങ്ങളിലാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ 5ാം ഭാവത്തേക്കും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും ശ്രദ്ധയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശിവഭജനം ചെയ്യുന്നതും ശാസ്താപ്രീതികരമായിട്ട് വഴിപാടുകളും ചെയ്യുന്നതും ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള കന്നി രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ശനീശ്വരൻ 7ാം ഭാവമായിട്ടുള്ള മീനം രാശിയിലൂടെ കണ്ടകശനിയായിട്ട് തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള വ്യാഴക്ഷേത്രത്തിലൂടെ സഞ്ചാരം തുടങ്ങുന്നതായിട്ടൊരു സമയമാണ്. 5ാം ഭാവാധിപത്യവും 6ാം ഭാവാധിപത്യവും ഈ ശനീശ്വരന് കാണുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വര പ്രാർത്ഥനയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കൂടാതെ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ആത്മീയമായ ചിന്തകളും ഈശ്വരഭജനവും ദീർഘവീക്ഷണവും വളരെ വളരെ നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും പ്രത്യേകിച്ച് മുടങ്ങാതെയുള്ളതായ വ്യായാമശീലവും ജീവിത അനുഷ്ഠാനങ്ങളും വളരെ വളരെ നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള യാത്രകളും അസമയത്തുള്ളതായ യാത്രകളും കഴിവതും ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും എല്ലാം തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് എല്ലാം വളരെ വളരെ അനുകൂലമായിട്ട് കാണും. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ശനീശ്വരൻ 6ാം ഭാവമായിട്ടുള്ള തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള വ്യാഴക്ഷേത്രത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ്.
സുഖനാഥനും 5-ാം ഭാവനാഥനുമായിരിക്കുന്ന ഈ ശനീശ്വരൻ മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ശനീശ്വരനാണെങ്കിൽ 4-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. വിശേഷിച്ച് ഗ്രഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ശനി പകർച്ചയിലൂടെ. ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള അഷ്ടമഭാവമായിട്ടുള്ള ശുക്രക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും പുണ്യക്ഷേത്ര ദർശനത്തിനും ഈശ്വര ആരാധനയും എല്ലാം തന്നെ താല്പര്യം കൂടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ 12-ാം ഭാവത്തേക്ക് ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ധനപരമായിട്ട് പൊതുവെ അഭിവൃദ്ധി കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. വിശേഷിച്ച് 3-ാം ഭാവത്തേക്കും ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദര ബന്ധങ്ങളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ സഹകരണ മനോഭാവം മൂലം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ശനി പകർച്ചയിലൂടെ. ഈ ശനീശ്വരനാണെങ്കിൽ സഹായനാഥനും സുഖനാഥനുമായിട്ടുള്ള ഈ ശനീശ്വരൻ മാർച്ച് മാസം 29-ാം തീയതി 5-ാം ഭാവമായിട്ടുള്ള തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള വ്യാഴക്ഷേത്രത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. സഹോദര ബന്ധങ്ങളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്താണെങ്കിൽ നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ജീവിത അനുഷ്ഠാനങ്ങളിലും ഈശ്വര പ്രാർത്ഥനയിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ചിന്ത കൂടുതലും വർദ്ധിക്കുന്നതായിട്ടൊരു കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട്. വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടൊരു കാലഘട്ടമാണ്. 4-ാം ഭാവാധിപത്യം ഈ ശനീശ്വരന് കാണുന്നതുകൊണ്ട് ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കപ്പെടേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാം വളരെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തെ പറയുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ശനി പകർച്ചയിലൂടെ. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് കുടുംബാധിപതിയും സഹായാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ മാർച്ച് മാസം 29-ാം തീയതി തൻ്റെ മിത്രഗ്രഹമായിട്ടുള്ള വ്യാഴക്ഷേത്രത്തിൽ കണ്ടക ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ്. ഈ ശനീശ്വരൻ
നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗൃഹസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ്. ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വാഹന സംബന്ധമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കൂടാതെ രണ്ടാം ഭാവാധിപത്യം ഈ ശനീശ്വരനുള്ളത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ധനപരമായിട്ടും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ സഹോദര ബന്ധങ്ങളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ മൂലം മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ്. ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ആറാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് സഹായികളിൽ നിന്ന് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്കും ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്മരാശിയിലേക്കും ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ജന്മരാശിയിലേക്ക് ഈ ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും സൽപ്രവർത്തികളിൽ കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ശനീശ്വരൻ്റെ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്ന സമയമാണ്. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ 7.5 കൊല്ലമായിട്ട് നിലനിന്നിരുന്നതായ 7.5 ശനിയുടേതായിട്ടുള്ള ദോഷഭാവം പൂർണ്ണമായിട്ടും മാറുകയാണ് ഈ മാർച്ച് 29-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള മനോവിഷമതകളിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഇനിയുള്ള സമയത്ത് ഭാഗ്യാനുഭവങ്ങളും മാനസികമായിട്ടുള്ള ഉണർവും മനസ്സമാധാനവുമെല്ലാം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. സ്വയമായിട്ടുള്ള പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ശനീശ്വരനാണെങ്കിൽ 2ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ധനപരമായിട്ടും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 5ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് ഉപാസനാ സങ്കല്പത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ഈ ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ബുധക്ഷേത്രമായിട്ടുള്ള 9ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ശനിയുടേതായ ദൃഷ്ടിയാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത്. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള
കുംഭം രാശിയിൽ ജനിച്ചവർക്ക് 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരൻ മാർച്ച് മാസം 29-ാം തീയതി 2ാം ഭാവമായിട്ടുള്ള മീനം രാശിയിലേക്ക് മാറുകയാണ്. ഈ ശനീശ്വരന് 12ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു കാലഘട്ടം കൂടിയാണ് ഈ ശനിയുടെ പകർച്ചയിലൂടെ. ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിലോ 4ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഉള്ളതായ ക്രയവിക്രയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ചില സമയങ്ങളിൽ മത്സരങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണഫലങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. കൂടാതെ അഷ്ടമത്തിലേക്കും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് 11ാം ഭാവത്തിൻ്റെയും 12ാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന ശനീശ്വരൻ മാർച്ച് മാസം 29-ാം തീയതി ജന്മരാശിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ജീവിതാനുഷ്ഠാനത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ക്ഷമാശീലത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. 3ാം ഭാവമായിട്ടുള്ള സഹായസ്ഥാനത്തേക്ക് ഈ ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് സഹോദര ബന്ധങ്ങളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ ആത്മബന്ധവും അതുവഴി കൂടുതലായിട്ടുള്ള മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 7ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ച് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് മീനം രാശിക്കാർക്ക് ഈ ശനീശ്വര പകർച്ചയിലൂടെ. അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.